അടിപൊളിയാണ്. ഫ്രഷ്നെസ്സും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നല്ലായിരുന്നു. അത് ആ സ്ലാങ് പിടിക്കാൻ ഭയങ്കര പാടാണ്, പക്ഷെ അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ആ 3 പിള്ളേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു. ബിബിയും ഹിപ്സ്റ്ററും ശാന്തനും 3 പേരും നല്ല, നമ്മളവരെ ക്യാരക്ടർ പേര് വിളിച്ച് അവരുടെ ഒറിജിനൽ പേര് പെട്ടെന്ന് വരത്തില്ല. നമ്മൾ ബിബിയും ശാന്തനും ഹിപ്സ്റ്റർ എന്നാണ് വിളിക്കുന്നത്. 3 പേരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ കാണാനായിട്ടൊന്ന് പോവായിരുന്നു. സന്തോഷം. സൂപ്പർ സൂപ്പർ. ഫാദക്കാട് ആക്ടിങ് അടിപൊളിയായിരുന്നു. ഞാൻ അതിലുപരി എൻ്റെ കൂട്ടുകാരുടെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റേ മ്യൂസിക്കല്ല ശാന്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടാണ്. ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഈ പടത്തിൽ. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അറിയാം കുറേ പേര് അറിയാവുന്ന ആൾക്കാർ തന്നെ. അത് പറയാനുണ്ടോ? അതന്നെയാണ് അതിന്റെ ഹൈലൈറ്റും. എല്ലാവരും അതെ, പിള്ളേർ നന്നായി ചെയ്തിട്ടുണ്ട്. 3 പേരും അതെ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഹാപ്പിയാവും. അതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി നമുക്ക് അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ പിള്ളേരുടെ കൂടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും വന്നിട്ട് അടിപൊളിയായിട്ട് നല്ല ഉന്മാദത്തിൽ കാണാൻ പറ്റിയൊരു പടമാണ്. ഭയങ്കര പവറാണ് പടത്തിന്. ഫഹദ് ഫാസിലിൻ്റെ ആണെങ്കിൽ എല്ലാവരുടെയും ഭയങ്കര ഒരു അടിപൊളി ഒരു ആക്ടിങ് തന്നെയാണ്. നമ്മളിതുവരെ കാണാത്തൊരു ഫഹദ് ഫാസിലാണ് പടത്തിൽ. എല്ലാവരും കാണണം. വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മളിതുവരെ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു പശ്ചാത്തലവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും കന്നഡ ബേസ്ഡ് ആണ്. ഇതെനിക്ക് തോന്നുന്നു മോസ്റ്റ് കേരളം വിട്ട് പുറത്തും അതിന് ഓൾ ഇന്ത്യ രീതിയിൽ നല്ലപോലെ സക്സസ് ആകും പടം. മ്യൂസിക് എലമെൻ്റ് ആണെങ്കിലും നമ്മൾ പിടിച്ചെത്തുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് എലമെൻ്റാണ് തന്നേക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മളെ ഹാപ്പി ആക്കുന്നൊരു പടമാണിത്. താങ്ക് യു. സീനെ മാറ്റി, ഇനി പറയാനൊന്നുമില്ല, സീൻ മാറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഒരു ഫുൾ എന്റർടൈനർ മൂവിയാണ്. ആക്ഷൻ അടിപൊളിയായിരുന്നു, മ്യൂസിക് അടിപൊളിയായിരുന്നു, ഡയറക്ഷൻ അതിൽ അടിപൊളിയായിരുന്നു. നല്ല പിന്നെ മ്യൂസിക് എല്ലാം ഡയറക്ഷൻ എല്ലാം ഒന്നും പറയാല്ല. ജിത്തുമാധവൻ മൂവിയാണ്. സുഷിൻ നമുക്ക് അതിനെപ്പറ്റി നമുക്കൊന്നും പറയാലോ. ഇറ്റ്സ് ഔട്ട് ഓഫ് ദി വേൾഡ്. എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. മ്യൂസിക്കൊക്കെ എന്താ പറയുക, നമുക്കിങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ഫീൽ ചെയ്യും. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഈ വിഷു ആവേശം കൊണ്ടുപോയിരിക്കും. അറിയില്ല, ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ സന്തോഷമുണ്ട്. ആദ്യ പടമാണ്. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വിഷു ആവേശം കൊള്ളിക്കുമോ? എനിക്കെന്തായാലും ആവേശമാണ് വിഷു. നിങ്ങൾക്കാണോന്ന് നിങ്ങളാണ് പറയേണ്ടത്. മറ്റു സിനിമകളൊക്കെ കാണുന്നില്ലേ? ഇതോടെ തന്നെ 3 പടമാണ് പടങ്ങളൊക്കെ കാണുന്നില്ല. അതിപ്പോൾ ഇത് കണ്ടതേ ഉള്ളൂ. ഇനിയിപ്പം സമയം കിട്ടുമ്പോൾ അത് കാണാം. സന്തോഷം. ഒന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഈ വിഷു ആവേശം കൊള്ളിക്കുമോ? കൊള്ളിക്കും. പെർഫോമൻസ് ഇതുവരെ കണ്ടിട്ടില്ല. വേറെ അതൊക്കെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അഴിഞ്ഞാടുമായിരുന്നു. ഉറപ്പായിട്ടും അതൊക്കെയാണ് അഴിഞ്ഞാട്ടമാണ് പടം. എല്ലാവരും പടം പോയി കാണും. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പടം കണ്ടിറങ്ങിയാലും ഫാമിലിയോടൊപ്പം എല്ലാവരോടൊപ്പം. എന്തായാലും സന്തോഷം. എല്ലാവരും വിഷുവൊക്കെ ആയിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് പടം പോയി കാണും. മ്യൂസിലൊന്നും പറയാനില്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അത് ഓൾറെഡി പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നുമില്ല. എല്ലാരും കാണണം, എന്തായാലും കാണണം. ഹിപ്സ്റ്റർ സൂപ്പർ അല്ലേ? റോഷനും അടിപൊളിയാണ്, മിഥുനും അടിപൊളിയാണ്. എല്ലാരും സൂപ്പറാണ്. ആവേശം വിഷു തൂക്കിയോ? ആവേശം വിഷു തൂക്കിയോന്ന് ഉറപ്പല്ലേ?